കോഴിമുട്ട വെച്ചേക്കുന്ന സ്ഥലം നോക്കി, മുട്ട ഇടിയിക്കണം, മുട്ട ഇടിയുന്നത് അത് കൊള്ളാട്ടാ. കാണുന്നുണ്ടോ എന്നറിയില്ല. കറക്റ്റ് കോഴിയുടെ ബാക്കിൽ മുട്ടയും വെച്ചിട്ടുണ്ട്. ചേട്ടാ, അപ്പൊ ഞാനിവിടെ വന്നു കയറിയപ്പോ തന്നെ ശ്രദ്ധിച്ചൊരു കാര്യം, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നു. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണോ, അതോ ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഹോ എന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് റെഡിയാക്കിയതാണ്? അല്ലല്ല, എന്താ പറയാ, വീട് വൃത്തിയാക്കണത് ഞാൻ എപ്പോഴും വൈഫായിട്ട് തല്ലുപിടിക്കുന്നത്. അവർക്കും ഇത് തന്നെയാണ്, വൃത്തിയായിട്ട് ഇടാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ കിടന്ന് ചുമ്മാ വെച്ച് നോക്കും. അന്നാന്ന് ഈ വന്ന് ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും ഇല്ല, അന്നേരം ഞാൻ പറഞ്ഞു പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അവള് തന്നെ ചെയ്തോളൂ. ശരി, അങ്ങനെ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കാറുണ്ട്. ഇത് കാണുമ്പോ അവർക്കും കുക്കിംഗ് ഇല്ലെന്ന് കേട്ടോ. അല്ല, ഒരു കരിയെങ്കിലും എന്തെങ്കിലും ഒന്ന് കാണണ്ടേ? ഒന്നുമില്ല. അതെ, അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, പകുതി ഹോട്ടല് പകുതി അങ്ങനെയൊക്കെ ഇവിടെ ഉള്ള ദിവസം. വേറെ സംഭവം, പൂർണ്ണമായിട്ടും കലാകുടുംബമാണ് തെളിയിച്ചിരിക്കുന്നത്. എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് കാണാനുണ്ട്. സൈക്കിൾ വെട്ടി ചവിട്ടിക്കൊണ്ട് പോകുന്ന ഷെഫിന്റെ ബാക്കിൽ ഇത് പെപ്പറും സോൾട്ടിനുള്ള സാധനമായിരിക്കും, പക്ഷെ കാലിയായിരിക്കും. ഇത് വാങ്ങിക്കണം, ഇതൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തണം. എന്താണ് ഇതെന്തെന്ന്? അത് മറ്റേ ഓയിലാണ്, അതും തീർന്നിരിക്കുകയാണ്. ഇതും തീർന്നിരിക്കുകയാണ്. എല്ലാം തീർന്നിരിക്കുകയാണ്. ഇത് എന്ത്? അപ്പൊ ഇനി അടുത്തത് ഷോപ്പിംഗ് എന്ന് പറഞ്ഞൊരു നാളെ തന്നെ ഇറങ്ങേണ്ടിയിരിക്കുന്നു. ഇതിലെങ്കിലും എന്തെങ്കിലും കാണണേ. അത് പെപ്പർ ഉണ്ട്. അപ്പൊ പെപ്പർ ഫില്ല് ചെയ്യാനുള്ളതാണ്. നൈസായിട്ട് പണി തന്നു പോയേക്കാണ്. ഇതൊക്കെ ചെയ്ത് വെക്കാനാ ഉദ്ദേശിച്ചേക്കണം. നിങ്ങൾ നോക്കില്ലെന്നറിയാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു മ്യൂസീഷ്യന്റെ അല്ലെങ്കിൽ ഒരു റിതം പ്രോഗ്രാമറുടെ ഫ്രിഡ്ജിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. പ്രേക്ഷകർക്ക് ആകാംക്ഷ ഉണ്ടായിരിക്കും. ഫ്രിഡ്ജിനകത്ത് ഞങ്ങൾ കാണാൻ പാടില്ലാത്തൊന്നും ഇല്ലല്ലോ, ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇത് മകന്റെ കരവിരുദ്ധായിരിക്കും. വൈഫിന്റെ തന്നെയാണ്. റാമോജി ഫിലിം സിറ്റി, മക്ക. രക്ഷപ്പെട്ടു, വലിയ കുഴപ്പമില്ല. എല്ലാം അരിഞ്ഞു വെച്ചേക്കാണല്ലേ, പച്ചക്കറി എന്തൊരു സ്നേഹനിധിയായ ഭാര്യ. ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഭർത്താവ് കുക്ക് ചെയ്ത് കഴിച്ചോട്ടെ വെച്ച് പകുതി പണി ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ല, എനിക്ക് ഒന്നാമത്തെ കാര്യം രണ്ട് തെറ്റുണ്ട്. ഒന്നാമത്തെ കാര്യം എനിക്ക് കുക്ക് ചെയ്യാൻ അറിയത്തില്ല. പിന്നെ ഇത് അവളല്ല, അങ്ങനെ വേണ്ട, അങ്ങനെ ക്രെഡിറ്റ് കൊണ്ടുപോണ്ട. അതൊരു ചേച്ചി വരും, ചേച്ചി വന്നെല്ലാം അരിഞ്ഞു വെക്കും. കുക്കിംഗ് മാത്രം വൈഫ്. എന്നാ ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കും, ക്രെഡിറ്റ് എടുക്കണ്ട. ഇതെന്താ, ഇത് മീൻകറിയാണോ? ഇത് ഇതിനകത്ത് ചട്ടിക്കത്? അതൊക്കെ അല്ല, പറ്റിച്ചേ മോര് കറി. എല്ലാ വീട്ടിലും ഇത്, എന്റെ വീട്ടിലും ഒക്കെ തന്നെയാണ് അവസ്ഥ. 2 ദിവസത്തെ കറി ഫ്രിഡ്ജിനകത്ത് ഉണ്ടാവും. ഉമ്മാനായിട്ട് ഇന്നലെ ഞാനിവിടെ നിന്നുകൊണ്ട് ഇന്നലെ ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ കൊള്ളാം. എന്തായാലും നമുക്കിത് ചൂടാക്കിയിട്ട് കഴിക്കാം. ഓക്കെ, അത് തകർക്കാം. ചൂടാക്കാൻ എനിക്കറിയാം. ചൂടാക്കാൻ അറിയോ? വെള്ളം മാത്രമേ ഉള്ളൂ.